ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവത്തിന്റെ വചനവുമായി നമുക്ക് വീണ്ടും ആയിരിക്കാൻ ദൈവം കൃപ തരുന്നല്ലോ. ഗലാത്യ ലേഖനം 3-ാം അധ്യായത്തിൽ നിന്നാണല്ലോ നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3-ാം അധ്യായത്തിന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളാണല്ലോ പഠിച്ചത്. വിശ്വാസത്താൽ ഉള്ള നീതീകരണത്തെ പറ്റിയാണ് 3-ാം അധ്യായത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്നത് ഗലാത്യ വിശ്വാസികളോടെ പോളിന്റെ ഒരു വാദമാണ്. വിശ്വാസത്താലുള്ള നീതീകരണം, വിശ്വാസത്താലാണ് രക്ഷ പ്രാപിപ്പാൻ കഴിയുന്നത്. അവരോട് പറഞ്ഞു, നിങ്ങൾ വിശ്വാസത്താലല്ലേ രക്ഷിക്കപ്പെട്ടത്? ഞാൻ നിങ്ങളെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ കാണിച്ചു തന്നു. അവരുടെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. രണ്ടാമതായിട്ട് നമ്മൾ തുടർന്നുള്ള വാക്യങ്ങൾ കാണുന്നത് ന്യായപ്രമാണത്തിന്റെ വെളിച്ചത്തിൽ അവരോട് പറയുന്നു. അബ്രഹാമിന്റെ ഉദാഹരണത്തിന്റെ വെളിച്ചത്തിൽ അവരോട് പറയുന്നു. അവരോടുള്ള ഒരു വാദമാണ്, അബ്രഹാമും വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത്, നാം എല്ലാവരും വിശ്വാസത്താണ് ദൈവസന്നിധിയിൽ വരുന്നത് എന്നുള്ള ന്യായം അവരോട് ആദ്യം പറയുന്നു. 1 മുതൽ 5 വരെ ഉള്ള വാക്യങ്ങളിലെ ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടി. നിങ്ങൾക്ക് ആത്മാവിനെ ലഭിച്ചു, നിങ്ങൾ ഒത്തിരി കഷ്ടത അനുഭവിച്ചു, അതുപോലെ നിങ്ങളുടെ ദൈവം വീര്യപ്രവൃത്തികളെയൊക്കെ ചെയ്തു. എന്തുകൊണ്ടാണ് അവരോട് ഇങ്ങനെ പറയുവാനായിട്ട് കാരണം? അവര് തങ്ങളെ വിളിച്ചവനെ വിട്ട് വേറൊരു സുവിശേഷത്തിലേക്ക് മാറിപ്പോവാനായിട്ട് ഇടയായി തീർന്നു. അപ്പൊ ആദ്യം അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസിലേക്ക് വിരൽ ചൂണ്ടുകയാണ് ചെയ്തത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു വ്യക്തി ദൈവസന്നിധിയിലേക്ക് വരുമ്പോൾ, മാനസാന്തരത്തിലേക്ക് വരുന്നതിന്റെ ആദ്യത്തെ ഘടകങ്ങളാണ് അത് പറയുന്നത്. നമ്മൾ ആദ്യം വചനം കേൾക്കുന്നത് കൊണ്ടാണ് ദൈവസന്നിധിയിലേക്ക് വരുന്നത്. ഏത് വചനമാണ് കേൾക്കുന്നത്? സുവിശേഷം കേൾക്കുമ്പോൾ, ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സുവിശേഷം നാം കേൾക്കുമ്പോൾ ദൈവത്തെങ്കിലേക്ക് അത് ദൈവാത്മാവിനാൽ ദൈവം വചനം കേൾക്കുമ്പോൾ ദൈവാത്മാവിനാൽ ദൈവം നമ്മളുള്ളിൽ പ്രവർത്തിക്കുകയും നാം വിശ്വാസത്തിൽ വരികയും അതിനുശേഷം ആത്മാവിനെ അച്ചാരമായി നമ്മുടെ ഹൃദയങ്ങളിൽ തരികയും ചെയ്യുന്നു. അങ്ങനെ വീര്യപ്രവൃത്തികൾ എന്ന് പറഞ്ഞു അവരുടെ ഇടയിൽ അനേകം വീര്യപ്രവൃത്തികൾ ചെയ്തു. അത് തന്നെയല്ല, അവരുടെ ജീവിതം തന്നെ ഒരു വീര്യപ്രവൃത്തിയാണ് അല്ലെ. ദൈവം ഒരു കല്ലായുള്ള ഒരു ഹൃദയം നമ്മുടെ ഹൃദയത്തിൽ നിന്നും നമ്മളിൽ നിന്ന് മാറ്റിയിട്ട് മാംസളമായ ഒരു ഹൃദയം തരുന്നത്, അത് മനുഷ്യന് ചെയ്യുവാൻ കഴിയാത്തത് ദൈവത്തിന് ചെയ്യുവാൻ കഴിയുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് 6-ാമത്തെ വാക്യത്തിലേക്ക് പോകാം. 6-ാമത്തെ വാക്യം, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അപ്പം അവരുടെ ബുദ്ധിശൂന്യതയെ ചോദ്യം ചെയ്യുകയായിരുന്നു 1 മുതലുള്ള 5 വരെയുള്ള വാക്യങ്ങളിലെ. അപ്പം അവരോട് പറയാം, നിങ്ങൾ ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്ന് അവരോട് പറയുന്നത്. അവർക്ക് ബുദ്ധിയില്ല എന്നല്ല, പുസ്തകം പറയുന്നത് അനുസരിക്കാത്ത, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചതാണ്. പുസ്തകം പറയുന്നത് അനുസരിക്കാത്തവരെയാണ് ബുദ്ധിഹീനർ എന്ന് പറയുന്നത്. അപ്പൊ അവരുടെ ബുദ്ധിശൂന്യതയെ ചോദ്യം ചെയ്തതിന് ശേഷം തിരുവചനത്തിന്റെ അല്ലെങ്കിൽ പഴയ നിയമത്തിൽ നിന്ന് ഒരു ഉദാഹരണം ചൂണ്ടിക്കാട്ടുകയാണ്. വിശ്വാസികളുടെ പിതാവെന്ന് വിളിക്കപ്പെടുന്ന അബ്രഹാമിനെ. അപ്പം വിശ്വാസത്താലുള്ള നീതീകരണത്തിന് ഉദാഹരണമായിട്ട് ആ പഴയ നിയമത്തിൽ നിന്ന് അബ്രഹാമിനെ എടുത്തു പറയുക. ഇപ്പൊ ഇനിയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദ മതാനുസാരികൾ അവിടെ കടന്നു വന്നു. അവരുടെ വാദമാണേലും അവർ എന്താ പറയുന്നത്, ആ ന്യായപ്രമാണത്തെ മുറുകെ പിടിക്കുന്നവർക്ക് ഒരു ഉദാഹരണമായി തന്നെ അബ്രഹാമിനെ അവരെടുക്കുകയാണ് ചെയ്യുന്നത്. കാരണം എന്തിന് ഉദാഹരണം? ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാൽ അല്ലാതെ വിശ്വാസത്താലാണ് ഒരു വ്യക്തി നീതീകരിക്കപ്പെടുന്നത് എന്ന് കാണിക്കുന്നുള്ള ഉദാഹരണമാണ് അബ്രഹാമിനെ എടുത്തിരിക്കുന്നത്. അവരോട് ചോദിച്ചു, നിങ്ങളുടെ മുമ്പിൽ ക്രൂശിക്കപ്പെട്ട ഒരു ക്രിസ്തുവിനെ വരച്ചു കാട്ടി അല്ലെ, നിങ്ങളെ വിശ്വാസത്തിന്റെ പ്രസംഗം കേട്ടു, നിങ്ങളുടെ ഇടയിൽ ദൈവം പരിശുദ്ധാത്മാവിനെ നൽകി, നിങ്ങളുടെ ഇടയിൽ ദൈവം വീര്യപ്രവൃത്തി, എന്നിട്ട് നിങ്ങൾ വേറൊരു സുവിശേഷത്തിലേക്ക് മാറിപ്പോകുന്നുവോ? ഇവിടെ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു എന്ന് നാം പറയുന്നു. 5-ാം വാക്യത്തിൽ താൻ ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ രക്ഷയിലേക്ക് വന്നത് ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തിയാലോ വിശ്വാസത്തിന്റെ വചനം കേട്ടതിനാലോ? നമ്മൾ പറഞ്ഞു, പൗലോസ് പറഞ്ഞു, അത് വിശ്വാസത്തിന്റെ വചനം കേട്ടതിനാലാണ്.
അങ്ങനെയെങ്കിൽ 6-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, അബ്രഹാമും നീതീകരിക്കപ്പെട്ടത് അതേ വിശ്വാസത്താലാണ്. അബ്രഹാം പ്രവൃത്തിയാലല്ല നീതീകരിക്കപ്പെട്ടത്. നിങ്ങൾ ദൈവത്തെ അറിഞ്ഞത്, അല്ലെ ദൈവത്തിങ്കിലേക്ക് വരുന്ന വിശ്വാസത്തിന്റെ വചനം കേട്ടതില്ല, അതേ ആ ഇതിലെ ആ വിശ്വാസത്താൽ തന്നെ അതേ നിലയിലാണ് അബ്രഹാമും നീതീകരിക്കപ്പെട്ടത് എന്ന് പറയുന്നു. എന്തില്ല? വിശ്വാസത്തിന്റെ കേൾവിയാണ്. അപ്പം നമ്മള് POC ബൈബിള് നോക്കുകയാണെങ്കിൽ അബ്രഹാം തന്നെയും ദൈവത്തിൽ വിശ്വസിച്ചു. അപ്പൊ നിങ്ങൾ വിശ്വസിച്ച അതേ രീതിയിലാണ്, നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് വന്ന അതേ രീതിയിലാണ് അബ്രഹാമും വിശ്വസിച്ചത്. അബ്രഹാമിന് ദൈവം വിശ്വാസത്തെ നീതിയായി കണക്കിട്ടത് അവിശ്വാസത്തിന്റെ പേരിലാണ്, അല്ലാതെ അബ്രഹാമിന്റെ പ്രവൃത്തിയുടെ പേരിലല്ല. ഇംഗ്ലീഷ് പറയുന്നത് ജസ്റ്റ് ആസ് എബ്രഹാം, അല്ലെങ്കിൽ ഈവൻ സോ എബ്രഹാം ദ സെയിം തിങ് അബൌട്ട് എബ്രഹാം. നിങ്ങൾ വിശ്വസിച്ച അതേ രീതിയിലാണ് അബ്രഹാമും നീതീകരിക്കപ്പെട്ടത്. വേണമെങ്കിൽ യഹൂദ മതാനുസാരികൾ തങ്ങളുടെ വാദത്തെ ന്യായീകരിക്കാനായിട്ട് ചിലപ്പോ അബ്രഹാമിനെ എടുത്തെന്നിരിക്കാം. അപ്പൊ അവര് പറയുന്നു, ഇപ്പൊ നമ്മള് പൗലോസും കൂട്ടരും പറയുന്നു, പ്രവൃത്തിയാലല്ല രക്ഷയാലാണ്, വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെടുന്നത്. അവര് പറയണം, അബ്രഹാം വിശ്വാസത്താലല്ലോ നീതീകരിച്ച്, അബ്രഹാം പ്രവൃത്തിയാലല്ലേ നീതീകരിക്കപ്പെട്ടത്, അബ്രഹാം പരിച്ഛേദനയിലല്ലേ നീതീകരിക്കപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞു കാണും. പക്ഷെ അതുകൊണ്ട് പോൾ ആ ഒരു സെയിം എക്സാമ്പിൾ തന്നെ, അതേ ഉദാഹരണം തന്നെ അവരുടെ വാദത്തെ ന്യായീകരിക്കാനായിട്ട് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഒരു മനുഷ്യനും പ്രവൃത്തികളാൽ നീതീകരിക്കപ്പെടുന്നില്ല. അത് പുതിയ നിയമത്തിലാണേലും പഴയ നിയമത്തിലാണേലും നീതീകരിക്കപ്പെടുന്നില്ല. ദൈവം അങ്ങനെ പറഞ്ഞിട്ടുമില്ല. പക്ഷെ മനുഷ്യരുടെ ചിന്താഗതികൾക്കാണ് മാറ്റമുള്ളത്. ഇവിടെ ഈ ഉദ്ധരണി ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൽ നിന്നാണ് എടുത്തത്. 15-ാം അധ്യായത്തിന്റെ 6-ാം വാക്യമാണ്, അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. അബ്രഹാമിന് നീതി ലഭിച്ചത് വിശ്വാസത്തിൽ ആണ് എന്നാണ് പറയുന്നത്. നമ്മള് ഉൽപ്പത്തി 15-ന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ കാണുമ്പോൾ അബ്രഹാം ദൈവ വാഗ്ദത്തങ്ങൾ വിശ്വസിച്ചു. തനിക്ക് മക്കളില്ലാതിരുന്നിട്ടും, അല്ലെങ്കിൽ മക്കൾ ഉണ്ടാകുവാൻ സാധ്യത ഇല്ലാതിരുന്നിട്ടും ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചു. ദൈവത്തെ പൂർണ്ണമായും വിശ്വസിച്ചു. അത് അവന് നീതിയായി കണക്കിട്ടു എന്നാണ് പറയുന്നത്. നമുക്കൊന്ന് വായിക്കാം. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 15-ന്റെ വായിച്ചു വിടുന്നതേ ഉള്ളൂ. 1 മുതൽ 5 വരെയുള്ള വാക്യം. അബ്രഹാമിന് അങ്ങനെ വിശ്വാസം നീതീകരിക്കപ്പെട്ടത് പ്രവൃത്തിയാലാണോ വിശ്വാസത്താലാണോ? ഓക്കെ, 15-ന്റെ 1. അതിന്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, അബ്രഹാമേ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്വമായ പ്രതിഫലവുമാകുന്നു. അതിന് ശേഷം മൽക്കീസദേക്കിനെ കണ്ടതിന് ശേഷം ആ രാജാക്കന്മാരെ ജയിച്ചു വന്ന അബ്രഹാമിനോട് ദൈവം സംസാരിക്കുകയാണ് ചെയ്തത്. 14-ാം അധ്യായത്തിലല്ലേ നമ്മൾ കാണുന്നത്. 5 രാജാക്കന്മാരെ ജയിച്ചു വന്ന അബ്രഹാമിനെയും കൂട്ടരെയുമാണ് കാണുന്നത്. 15-ന്റെ 2. അതിനു അബ്രഹാം കർത്താവായ യഹോവേ, നീ എനിക്കിത് എന്ത് തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എന്റെ അവകാശി ദമ്മേശേക്കുകാരനായ ഈ എലിയാസർ അത്രയെന്ന് പറഞ്ഞു. നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല. എന്റെ വീട്ടിൽ ജനിച്ച ദാസൻ എന്റെ അവകാശിയാകുന്നു എന്ന് അബ്രഹാം പറഞ്ഞു. അവൻ നിന്റെ അവകാശിയാവുകയില്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടു ചെന്നു. നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവനോട് കൽപ്പിച്ചു. അപ്പം 6-ാമത്തെ വാക്യം പറഞ്ഞ, അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു. അപ്പം അബ്രഹാമിന് യാതൊരു ചാൻസും ഇല്ല മക്കളുണ്ടാകുക. ഏകദേശം 84 വയസ്സായി അബ്രഹാമിന്. അപ്പോൾ ഒരു ചാൻസും ഇല്ല അബ്രഹാമിന് മക്കൾ ഉണ്ടാകുവാനായിട്ട്. അപ്പൊ അബ്രഹാം പറഞ്ഞു, ഞാൻ ചൊല്ലിട്ടു, അല്ലെങ്കിൽ ധർമ്മശക്കനുകാരനായ ഇനി എന്റെ ദാസനാണ് ഇതിനെ അവകാശിയായി തീരുന്നത്. കാരണം വേറെ ഒരു മാർഗവും ഇല്ലെന്ന് അബ്രഹാം പറഞ്ഞു. പക്ഷെ ദൈവം പറഞ്ഞു, നീ ആകാശത്തിലേക്ക് നോക്കുക, ആകാശത്തിൽ നക്ഷത്രങ്ങൾ കാണുന്നില്ലേ, അതുപോലെ നിന്റെ സന്തതിയാകും. ഒരു ചാൻസ് ഇല്ലാഞ്ഞിട്ടും
അബ്രഹാം വിശ്വസിച്ചു. നമ്മള് റോമാലേഖനം 4-ാം അധ്യായത്തിലെ പൗലോസ് പറയുന്നുണ്ട്, അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. ഒരാശയ്ക്കും വകയില്ലായിരുന്നിട്ടും അബ്രഹാം ആശയോടെ വിശ്വസിച്ചു. ആ വിശ്വാസമാണ് നീതിയായി അബ്രഹാമിന് കണക്കിട്ടത്. റോമാലേഖനം നമുക്കൊന്ന് പോകാം. 4-ാം അധ്യായം 18 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. റോമാലേഖനം 4-ന്റെ 18 മുതൽ 22 വരെയുള്ള വാക്യം. നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകും എന്ന് അവൻ ആശയ്ക്കു വിരോധമായി ആശയോടെ ഉറച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ അബ്രഹാമിനെക്കാളും 15 വയസ്സിനുള്ളയായിരുന്നു സാറായം. ദൈവത്തിന്റെ വാഗ്ദത്വത്തിങ്കൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. കേൾക്കണം, വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ആശയ്ക്ക് വിരോധമായ ആശ, ഒന്നും വിശ്വസിക്കാൻ അവിടെ ഇല്ലായിരുന്നിട്ട് വിശ്വാസത്തിൽ ശക്തിപ്പെട്ടു. ദൈവത്തിന് ഇതെല്ലാം നമ്മളോടും കൂടെ ഒന്ന് പറയണം. അത് ദൈവത്തിന് മഹത്വം കൊടുത്തു. അവൻ വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായും ഉറച്ചു. അതുകൊണ്ടത് അവന് നീതിയായി കണക്കിട്ടു. അവന് കണക്കിട്ടു എന്ന് വിചാരിച്ച് അവനെ വിചാരിച്ചു മാത്രമല്ല, നമ്മെ വിചാരിച്ചും കൂടെ ആകുന്നു. അപ്പം അവരോട് ചോദിക്കുകയാണ്, നിങ്ങളും അങ്ങനെയല്ലേ ദൈവത്തിങ്കലേക്ക് വന്നത്? വിശ്വാസത്താലല്ലേ എന്നാ ചോദിക്കാം. പുതിയ നിയമവും പഴയ നിയമവും ഒരുപോലെ പറയുന്നു, നീതി വിശ്വാസത്താലാണ്. ഒരു പ്രവൃത്തിയും, മനുഷ്യന്റെ ഒരു പ്രവൃത്തിയും രക്ഷയ്ക്ക് അല്ലെങ്കിൽ നീതീകരണത്തിന് കാരണമാകുകയില്ല. ഇവിടെ ഈ പഴയ നിയമത്തിലെ ഈ ഉദ്ധരണി പുതിയ നിയമത്തിൽ 4 പ്രാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്. വായിക്കുന്നില്ല, റെഫറൻസ് മാത്രം പറയാം. 4-3 റോമൻസ് 4-3 പറഞ്ഞിട്ടുണ്ട്. 4-9, 10 പറഞ്ഞിട്ടുണ്ട്. 4-22 പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഗലാത്യർ നമ്മൾ ഇന്ന് വായിച്ച 3-6 പറഞ്ഞിരിക്കുന്നു. റോമാലേഖനം 4-9, 10 വാക്യങ്ങളില് പൗലോസ് പറയുന്നു, അബ്രഹാം പൗലോസ് പരിശുദ്ധാത്മാവിനാൽ പൗലോസ് എഴുതി വച്ചിരിക്കുന്നു. അപ്പോൾ എപ്പോഴും ഈ ലേഖനം ആരായിരുന്നു ഉദ്ദേശിച്ചത്, അതങ്ങനെയാ പറയുന്നത്. പക്ഷെ പരിശുദ്ധാത്മാവിനാൽ പൗലോസ് എഴുതി വച്ചിരിക്കുന്നു, അബ്രഹാം പരിച്ഛേദനയാലല്ല നീതീകരിക്കപ്പെട്ടത്, അബ്രഹാം വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടതെന്ന് വായിച്ചു നോക്കാം. ഈ ഭാഗ്യവർണ്ണന പരിച്ഛേദനയ്ക്കോ അഗ്രചർമ്മത്തിനോ കൂടിയോ അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു എന്നല്ലോ നാം പറയുന്നത്. എങ്ങനെ കണക്കിട്ടത്? പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ? പരിച്ഛേദനയിലല്ല, അഗ്രചർമ്മത്തിൽ. അപ്പം ഉൽപ്പത്തി 15-ാം അധ്യായത്തിൽ ആണ് നാം കാണുന്നത് അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടു. അബ്രഹാമിനോട് പറഞ്ഞു, ഒരു ആശയം ഇല്ലാതിരുന്നിട്ടും അബ്രഹാമിനോട് പറഞ്ഞു, നീ ആകാശത്തിലേ നോക്ക്, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ നിനക്ക് സന്തതികൾ ഉണ്ടാകും എന്ന് പറഞ്ഞു. പക്ഷെ അത് നടക്കുന്നത് അബ്രഹാമിന് 84 വയസ്സുള്ളവരാ, വെള്ളപ്പോഴാ. പക്ഷെ യഹൂദന്മാര് പറയുന്നത് അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടത് പരിച്ഛേദന ഏറ്റപ്പോൾ എന്നാ. പക്ഷെ അബ്രഹാം പരിച്ഛേദന ഏൽക്കുന്നത് നമ്മൾ കാണുന്ന 17-ാമത്തെ അധ്യായത്തിലാണ്. അപ്പോൾ അബ്രഹാമിന് 100 വയസ്സുണ്ട്. അപ്പം അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടപ്പോൾ അബ്രഹാമിന് എത്ര വയസ്സുണ്ടായിരുന്നു? 15-ാം അധ്യായത്തില് അത് 84 വയസ്സ്. അബ്രഹാം പരിച്ഛേദനയേറ്റപ്പോൾ അബ്രഹാമിന് 100 വയസ്സുണ്ടായിരുന്നു. അപ്പൊ എത്ര വയസ്സിന്റെ വ്യത്യാസമുണ്ട്? 2 അധ്യായങ്ങളെ അവിടെ മാറിപ്പോയതെങ്കിലും അത്ര വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പം അവര് പറയുന്ന പരിച്ഛേദനയിലാണ്. അപ്പൊ അതിന്റെ അർത്ഥം, അതിന്റെ ആൻസർ പൗലോസ് അപ്പോസ്തലൻ റോമാലേഖനം 4-ാം അധ്യായം 11-ലും 12-ലും മുതലുള്ള വാക്യങ്ങൾ 11-ലും 12-ലും ഇങ്ങനെ പറയും. നമുക്കൊന്ന് വായിക്കാം. ശരിക്കും റോമാലേഖനം 4-ാം അധ്യായം വായിക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും ഇതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാകുന്നത്. വായിക്കാം. എങ്ങനെയാ അബ്രഹാമിന് വിശ്വാസത്തെ നീതിയായി തീർന്ന്, അതുപോലെ അബ്രഹാമിന്റെ വിശ്വാസമുള്ളവരും അബ്രഹാമിൽ കൂടെ എങ്ങനെയാ ബഹുജാതികളും വിശ്വാസത്തിലേക്ക് വരുന്നത് എന്നും അവിടെ പറയുന്നുണ്ട്. 4-11 അഗ്രചർമ്മത്തിൽ വെച്ച് ഉണ്ടായിരുന്ന വിശ്വാസ നീതിക്ക് എന്ന് പറഞ്ഞാൽ പരിച്ഛേദന ഏൽക്കുന്നതിന് മുമ്പേ ഉള്ള വിശ്വാസ നീതിക്ക് മുദ്രയായി
പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് അഗ്രചർമ്മത്തോട് കൂടെ വിശ്വസിക്കുന്നവർക്കും കൂടെ നീതി കണക്കിടുവാൻ തക്കോണം അവൻ അവർക്കെല്ലാവർക്കും പിതാവായിരിക്കേണ്ടതിനും, പരിച്ഛേദന മാത്രമുള്ളവരല്ല, നമ്മുടെ പിതാവായ അബ്രഹാമിനെ അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസി അനുഗമിക്കുന്നവരായ പരിച്ഛേദനക്കാർക്കും പിതാവാകും എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ട് അബ്രഹാമിന് അവിശ്വാസം നീതിയായി കണക്കിട്ടതെന്ന് വെച്ചാല്, അഗ്രചർമ്മത്തിൽ വെച്ചാണ് അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടത്. അത് ജാതികളെ ഉദ്ദേശിച്ച് ആ ജാതികൾക്ക് പിതാവാകേണ്ടതിനും, പരിച്ഛേദന മാത്രമുള്ളവരല്ല, അബ്രഹാമിന് ആ പരിച്ഛേദന ഉള്ളവരും ആ ഏത് വിശ്വാസത്തെ പിന്തുടരുന്നവരാ? അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസത്തെ പിന്തുടരുന്നവരെ. പരിച്ഛേദനയിലല്ല, വിശ്വാസത്തിലെന്ന്. ജാതികൾക്കും യഹൂദനും ഒരുപോലെ ദൈവം ആ വിശ്വാസം നീതിയായി കണക്കെടുത്ത്. ഏത് വിശ്വാസം? അബ്രഹാമിന്റെ വിശ്വാസം നീതിയായി കണക്കിട്ടതുപോലെ നമ്മുടെയും ദൈവം വിശ്വാസം നീതിയായി കണക്കിടുന്നത്. അപ്പം അബ്രഹാമിന് വിശ്വാസ നീതിയാലാണ് പരിച്ഛേദന എന്ന അടയാളം കൊടുത്തത്, അല്ലേ? ആ പരിച്ഛേദന വിശ്വാസ നീതിക്കുള്ള മുദ്രയായാണ് പരിച്ഛേദന എന്ന അടയാളം കൊടുത്തത്. ആ ആന്തരികമായ ഒരു വിശ്വാസാലുള്ള ഉടമ്പടിയുടെ ബാഹ്യമായ ഒരു അടയാളമായിട്ടാണ് പരിച്ഛേദന കൊടുത്തത്. ഔട്ട്വേർഡ് സൈൻ ഓഫ് ആൻ ഇൻവേർഡ് എഗ്രിമെന്റ്. അകത്തെ വിശ്വാസത്തിന്റെ അടയാളമായി പുറത്തെ ഒരു പരിച്ഛേദന എന്ന അടയാളം അബ്രഹാമിന് കൊടുത്തു. അപ്പൊ ആ പഴയ നിയമത്തിൽ പരിച്ഛേദന ഏക്കുന്നത് പോലെ തന്നെ നമ്മുടെ വിശ്വാസന മുദ്രയായി പുതിയ നിയമത്തിലും ഒരു അടയാളം ദൈവം കൊടുക്കുന്നുണ്ട്. അത് ഏതാണ് അടയാളം? മുദ്രയായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ തരുന്നുണ്ട്. കൈ കൊണ്ടല്ലാത്ത മുദ്ര എന്ന അടയാളം എന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നു. കൊലോസ്യർ 2:11. കൊലോസ്യർ 2:11. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയെ ലഭിച്ചു. എഫേസ്യർ 1:14. എഫേസ്യർ 1:14. തന്റെ സ്വജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ നമ്മെ മുദ്രയിട്ടിരിക്കുന്നു. അപ്പം അബ്രഹാമിന് പരിച്ഛേദന എന്ന മുദ്ര ആ വിശ്വാസ നീതിയായി കണക്കിട്ടതിന്റെ ബാഹ്യമായ അടയാളമായി പരിച്ഛേദന ലഭിച്ചതുപോലെ നമുക്കും ഒരു പരിച്ഛേദന ലഭിച്ചിരിക്കുന്നു. അതെ, പുതിയ നിയമവിശ്വാസികൾക്ക് ഒരു പരിച്ഛേദന ലഭിച്ചിരിക്കുന്നത് കൈകൊണ്ടല്ലാത്ത പരിച്ഛേദനയാണ്. അതിന് പരിച്ഛേദന ആണ് അത് ആത്മാവിന്റെ ആ അച്ചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആ കല്ലായ ഹൃദയത്തെ ദൈവം അങ്ങ് മാറ്റിയിട്ട് അതിനെ മാംസളമാക്കി തീർത്ത് ദൈവത്തിന്റെ ആത്മാവിനെ അതിനുള്ളിൽ തന്ന്, അതാണ് കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന. ആരും കൈകൊണ്ട് തൊട്ടതല്ല, അതല്ലേ? ദൈവത്തിന്റെ കൽപ്പനയാൽ അങ്ങനെ സംഭവിച്ചു. ഓക്കെ, ഇവിടെ പൗലോസ് പറയുകയാണ്, അബ്രഹാം വിശ്വാസത്താലാണ് നീതീകരിക്കപ്പെട്ടത്, അല്ലാതെ പരിച്ഛേദനയാലല്ല. അങ്ങനെ വിശ്വാസത്താലാണ് അബ്രഹാം നീതീകരിക്കപ്പെട്ട എന്ന് പറഞ്ഞ അബ്രഹാമിന്റെ വിശ്വാസമാണോ? ശ്രദ്ധിച്ചു കേൾക്കണം, എന്നെ തെറ്റിദ്ധരിക്കരുത്. അബ്രഹാമിന്റെ വിശ്വാസമാണോ അബ്രഹാമിന് നീതിയായി കണക്കിട്ടത്? നമ്മുടെ വിശ്വാസമാണോ നമുക്ക് നീതിയായി കണക്കിടുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്കറിയാം ഇത്തിരി കൺഫ്യൂസ്ഡ് ആണെന്ന്. നമ്മുടെ വിശ്വാസമല്ല നീതിയായി കണക്കിടുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവം നമുക്ക് നീതി കണക്കിടുകയാണ് ചെയ്യുന്നത്. നമുക്ക് പലതരത്തിലുള്ള വിശ്വാസമുണ്ട്. നമ്മുടെ എല്ലാ വിശ്വാസവും നീതിയായി കണക്കിടുമോ? എല്ലാവർക്കും ഓരോ രീതിയിലുള്ള വിശ്വാസം. എല്ലാ വിശ്വാസവും അല്ല, നമ്മളുടെ ഹൃദയത്തിന്റെ അകത്തെ ആ വിശ്വാസം അറിഞ്ഞിട്ട് ദൈവം നീതിയായി കണക്കിടും. ഒന്നുകൂടെ പറയാം, അബ്രഹാമിന്റെ വിശ്വാസമല്ല നീതിയായി കണക്കിട്ട. കാരണം അബ്രഹാമിന് എപ്പോഴും വിശ്വാസമൊന്നും ഇല്ലായിരുന്നല്ലോ. പക്ഷെ പറയുന്നത് വെച്ചാൽ നമ്മുടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തില് എന്താ പറയുന്നത്, കണക്കിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ജീവിതത്തില് എല്ലാം കണക്കിടാൻ അനീതി മാത്രമേ ഉള്ളായിരുന്നല്ലേ? നമുക്ക് നീതിയായി കണക്കിടാൻ ഒന്നുമില്ലായിരുന്നു. നമ്മുടെ അക്കൗണ്ട് ബുക്കിൽ നോക്കിക്കഴിഞ്ഞാൽ സകലവും അനീതിയായിരുന്നു. നമ്മൾ ദൈവത്തെ വിശ്വസിച്ചപ്പോ നമ്മുടെ അനീതി എല്ലാം കൂടെ അങ്ങോട്ട് എടുത്തു മാറ്റിയിട്ട് കർത്താവിന്റെ നീതി നമുക്ക് തന്നു, അല്ലേ?
അല്ലെ? അങ്ങനെയല്ലേ ചെയ്തത്? അപ്പൊ നമ്മുടെ വിശ്വാസമല്ല നീതിയായി കണക്കുന്ന, ആ വിശ്വാസത്തിന്റെ ആധാരത്തിൽ ദൈവം നമുക്ക് നീതിയെ തരികയാണ് ചെയ്യുന്നത്. എനിക്കറിയാൻ കൺഫ്യൂസ്ഡ് ആണെന്ന്. പക്ഷെ അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിടുന്ന, വെറുതെ അബ്രഹാം വിശ്വസിച്ചാൽ നീതിയായി കണക്കിടുകയില്ല. ആ ദൈവം നമ്മുടെ വിശ്വാസത്തെ അംഗീകരിക്കുമ്പോഴാണ് ദൈവത്തിന്റെ നീതി നമ്മൾക്കായിട്ട് തരുന്നത്. അപ്പൊ അതുപോലെ കാൽവറി ക്രൂശില് ക്രിസ്തുവിന്റെ ആ കാൽവരി മരണത്തെ നാം വിശ്വസിക്കുമ്പോൾ നമ്മുടെ അനീതിയെ എല്ലാം ദൈവം എടുത്തു മാറ്റിയിട്ട് ക്രിസ്തുവിന്റെ നീതി നമ്മിൽ പകരുകയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് പഴയ നിയമത്തിൽ സംഭവിച്ചത്. അബ്രഹാം വിശ്വസിച്ചപ്പോൾ നീതിയായി കണക്കിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അബ്രഹാമിന്റെ വിശ്വാസത്തെ അടിസ്ഥാനമാക്കി, അല്ലെ ആധാരമാക്കി, അതവന് നീതിയായി കണക്കിട്ടു. അപ്പം നീതീകരിക്കപ്പെടണമെങ്കിൽ ദൈവത്താൽ നീതീകരിക്കപ്പെടണം. ദൈവത്താൽ നീതീകരിക്കപ്പെട്ടവർക്ക് മാത്രമേ ദൈവ സന്നിധിയിൽ പ്രവേശനമുള്ളൂ. അങ്ങനെയല്ലേ നാം റോമാലേഖനം 5-ാം അധ്യായം 1-ാം വാക്യവും 2-ാം വാക്യവും പറഞ്ഞത്? വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു. വിശ്വാസത്താലാണ് നീതി. നമ്മുടെ വിശ്വാസത്തെ ആധാരമാക്കി ദൈവം നമ്മുടെ അനീതിയെല്ലാം നമ്മുടെ കണക്ക് പുസ്തകത്തിൽ നിന്നങ്ങ് മാറ്റി, കർത്താവിന്റെ കണക്ക് പുസ്തകം എഴുതി വെച്ചിട്ട് നമ്മുടെ മുഴുവൻ അനീതി അതിനെല്ലാം മാറ്റിയിട്ട് കർത്താവിന്റെ നീതി നമുക്ക് തന്നു. അത് നമ്മുടെ നീതിയായി കണക്കിട്ടു. ദൈവത്തിന്റെ നീതി നമ്മുടെ നീതിയായി കണക്കിട്ടു. ഓക്കെ, വിശ്വാസത്താലാണ് പ്രവേശനം ലഭിക്കുന്നത്. ഇംഗ്ലീഷില് നമ്മളിവിടെ പറയുന്ന അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു. നമ്മള് മലയാളം ബൈബിൾ കാണുമ്പം അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചെന്നാണ് കാണുന്നത്. പക്ഷെ POC ബൈബിളും ദൈവത്തെ വിശ്വസിച്ചു എന്നാണ് കാണുന്നത്. ഇംഗ്ലീഷും പറയുന്നത് ബിലീവ്ഡ് ഗോഡ്, ദൈവത്തെ വിശ്വസിച്ചു എന്നാ. ദൈവത്തെ ഞാൻ ഓരോ വാക്കും എടുത്ത് പറയുന്നതിന് കാരണമുണ്ട്. ഓരോ വാക്കുകൾക്കും അതിൻ്റെതായ അർത്ഥമുണ്ട്. ദൈവത്തെ വിശ്വസിക്കുന്ന, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ് എന്റെ ചിന്ത, ദൈവത്തെ വിശ്വസിക്കുന്നതും ദൈവത്തിലുള്ള വിശ്വാസവും രണ്ടാണ്. ദൈവത്തിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ എക്സിസ്റ്റൻസിലും അല്ലെ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാല്, നമ്മൾ യാക്കോബിന്റെ ലേഖനം 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, മനുഷ്യർ മാത്രമല്ല ദൈവത്തിൽ വിശ്വസിക്കുന്ന, പിശാചുക്കളും വിശ്വസിക്കുന്നുണ്ടല്ലേ. ദൈവം ഏകനെന്ന് നീ വിശ്വസിക്കുന്നു, കൊള്ള, പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു അല്ലേ. പക്ഷേ ദൈവത്തെ വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിലുള്ള ആശ്രയമാണ്. അബ്രഹാം അങ്ങനെയല്ലേ വിശ്വസിച്ച? ആശയ്ക്കു വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അബ്രഹാം തന്റെ സാഹചര്യത്തിലല്ല വിശ്വസിച്ചത്, ദൈവം ഉണ്ട് എന്ന് പറഞ്ഞല്ല വിശ്വാസം, ദൈവത്തെ വിശ്വസിച്ചു. മാറാത്ത ദൈവത്തെ വിശ്വസിക്കുന്നവനെ സാഹചര്യങ്ങൾ മാറിപ്പോയാലും ആ ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് കഴിയും. അത് നമ്മുടെ സാധാരണ കേവലം വിശ്വാസ ജീവിതത്തിലാണേലും പലപ്പോഴും ആശയ്ക്ക് വിരോധമായി സംഭവിക്കാവുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സാഹചര്യങ്ങൾ നമുക്ക് പ്രതികൂലമായിരുന്നാലും അബ്രഹാമിനെ പോലെ ഒരു ചാൻസും ഇല്ല, 0 ചാൻസും നാം വിശ്വസിച്ചാൽ പോലും മാറാത്ത ദൈവം ആ സാഹചര്യങ്ങളെയൊക്കെ മാറ്റിയിട്ട് അത് ആശയായിട്ട് സംഭവിക്കും, അത് വിശ്വാസമായിട്ട് പരിഗണിക്കും. അപ്പം നാം ദൈവത്തെ വിശ്വസിക്കുന്നു എന്ന് പറയുന്നാൽ ദൈവത്തോടുള്ള പൂർണ്ണമായ ആശ്രയമാണ്. ദൈവത്തെ അറിയാത്ത ഒരാളിലും ഉണ്ടോ? ദൈവം ഇല്ല എന്ന് പറയുന്ന ആരുമില്ല. എല്ലാരും ദൈവം ഉണ്ടെന്ന് പറയുന്നുണ്ട്. ദൈവം ഭൂമിയിലെ ചരാചരങ്ങളെയും എല്ലാം കാണുമ്പോൾ അതിന്റെ സൃഷ്ടിക്ക് പിൻപലർന്നുണ്ട്. ആരോ ഒരാളുണ്ട്, അത് ദൈവം തന്നെയാണ്. എല്ലാവരും വിശ്വസിക്കുന്നുണ്ട്. പലരും ദൈവത്തെ വിശ്വസിക്കുന്ന പല ആരാധനകളും അവരെല്ലാം ദൈവത്തെ വിശ്വസിക്കാം, ദൈവത്തിലുള്ള വിശ്വാസം കൊണ്ടാ പോകുന്നത്. അതല്ല, അവർ ആ ജീവനുള്ള ദൈവത്തെ, ആ ജീവനുള്ള ദൈവത്തിൽ ആശ്രയിക്കണം. ആ
ആശ്രയം എന്ന് പറഞ്ഞാൽ ആ ദൈവത്തോടുള്ള ആരാധനയിലും പൂർണ്ണമായ ആ ദൈവത്തോടുള്ള ആശ്രയം എന്ന് പറഞ്ഞാൽ ദൈവത്തോടുള്ള പൂർണ്ണ ആരാധനയിലും സമർപ്പണത്തിലും നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ്. ദൈവത്തിലുള്ള ആശ്രയം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തോടുള്ള ആരാധനയിലും പൂർണ്ണ സമർപ്പണത്തിലും നമ്മളെ കൊണ്ടെത്തിക്കുന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരമാധികാരത്തിന് നാം കീഴടങ്ങി ജീവിക്കുന്നു, അല്ലെ ദൈവത്തിന്റെ പരമാധികാരത്തിന് നമ്മെ പൂർണ്ണമായും സമർപ്പിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ പരമാധികാരത്തിന് നമ്മെ പൂർണ്ണമായും സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഞാൻ പറഞ്ഞു, വിശ്വാസം എന്ന് പറഞ്ഞ സാഹചര്യങ്ങൾ മാറിപ്പോയാലും സാഹചര്യങ്ങളെ മാറ്റുവാൻ കഴിയുന്ന, മാറുന്ന സാഹചര്യങ്ങളെ മാറ്റുവാൻ കഴിയുന്ന ഒരു മാറാത്ത ദൈവത്തിൽ നാം വിശ്വസിക്കുന്നു. ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു എന്ന് പറഞ്ഞാലും ചില സമയങ്ങളിൽ നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം നടക്കണമെന്ന് നിർബന്ധമില്ല. കാരണം ദൈവം എന്ത് നമുക്ക് തരണമെന്ന് ചിന്തിക്കുന്നതും ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ കീഴിലാണ്. അത് ശരിക്കും വിശ്വസിക്കണം. കാരണം ദൈവത്തിന്റെ ഹിതമല്ലാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം തരികയില്ല. ചിലപ്പോൾ നമ്മൾ കുറെ കരഞ്ഞു കഴിഞ്ഞാൽ ദൈവം തരുന്നതായിരിക്കും, പക്ഷെ അതിനെന്റെ ഭവിഷ്യത്ത് നമ്മൾ തന്നെ അനുഭവിക്കേണ്ടത്. എല്ലാ പ്രാർത്ഥനകൾക്കും യെസ് എന്നുള്ള ആൻസർ ഇല്ല. ചിലപ്പോൾ നോ എന്നായിരിക്കും, ചിലപ്പോൾ വെയിറ്റ് ചെയ്യുക എന്നായിരിക്കും. അതുകൊണ്ട് വിശ്വാസം ദൈവമാണ് നീതിയായി കണക്കിടുന്നത്. അബ്രഹാം ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു, അതുകൊണ്ട് അവന്റെ വിശ്വാസം നീതിയായി കണക്കിട്ടു. അപ്പൊ അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഉണ്ടെന്നുള്ള ഒരു അതെല്ലാവരും വിശ്വസിക്കുന്നു. അബ്രഹാം വിശ്വസിച്ചു. തന്റെ സാഹചര്യങ്ങൾ മാറിപ്പോയാലും എന്തു വന്നാലും നമ്മൾ പറഞ്ഞില്ലേ, അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറയുടെ ശരീരത്തിന് ഗർഭപാത്രത്തിന് നിർജീവത്വം ഗ്രഹിച്ചിട്ടും ആശയ്ക്ക് വിരോധമായി ആശയോടെ ദൈവത്തിൽ വിശ്വസിച്ചു. കാരണം ജീവനുള്ള ദൈവമാണ് അബ്രഹാമിനോട് പറഞ്ഞ, നീ ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്ക്, ആകാശ നക്ഷത്രങ്ങൾ കാണുന്ന പോലെ നിന്നെ ഞാൻ ബഹുജാതികൾക്ക് പിതാവായി ഇരിക്കുന്നു. എത്ര നാള് കഴിഞ്ഞിട്ടായത്? പിന്നെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാ മക്കളുണ്ടായത്. എന്നിട്ടും ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ചു എന്ന് പൗലോസ് എഴുതാൻ കാരണം അബ്രഹാമിന്റെ വിശ്വാസത്തിന് യാതൊരു മാറ്റവും വന്നില്ല. പക്ഷെ അവിടെ മാറ്റം വന്ന ഒരാളുടെ വിശ്വാസം ഉണ്ടായിരുന്നു. സാറയ്ക്ക് ഇച്ചിരി മാറ്റം വന്നു പോയത് കൊണ്ടാണ് അബ്രഹാം അബദ്ധത്തിലിടയായി ഒന്നിച്ചിട്ടൊന്ന് പതറിപ്പോകാനായിട്ട് ഇടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ അവിടെ നിർത്തുകയാണ് അവിടെ. അപ്പം നമുക്ക് അടുത്ത വാക്യത്തിലേക്ക് പോകാം. 3:7. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്ന് അറിവീൻ. എന്തുകൊണ്ട്? അബ്രഹാമിന് വിശ്വാസം നീതിയായി കണക്കിട്ടത് കൊണ്ട് ആ വിശ്വാസത്തിലുള്ളവർക്ക് ആ വിശ്വാസം മാത്രമാണ് നീതിയായി കണക്കിടുന്നത്. ആ വിശ്വാസം അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചത് അവന് നീതിയായി കണക്കിട്ടു. അതിന്റെ പ്രവൃത്തിയാലല്ല, ആ വിശ്വാസത്താലാണ്. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ. അതുകൊണ്ട് പ്രവൃത്തി മാത്രം ചെയ്യുന്നവരല്ല ദൈവത്തിന്റെ മക്കൾ. പ്രവൃത്തിയാൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. വിശ്വാസത്താലാണ് ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് പറയുന്നതിന്റെ അർത്ഥം യഹൂദന്മാരായി ജനിച്ചവരോ യഹൂദന്മാരായി പരിവർത്തനം ചെയ്തവരോ അല്ല അബ്രഹാമിന്റെ മക്കൾ. ഇവിടെ ആ മക്കൾ എന്നതിന്റെ അർത്ഥം ആത്മീക സന്തതി എന്നർത്ഥം. ആത്മീക സന്തതി എന്നർത്ഥം. അബ്രഹാമിന്റെ മക്കൾ എന്നാൽ യഥാർത്ഥ മക്കൾ എന്നാൽ യഹൂദന്മാരല്ല, യഹൂദ പരിവർത്തനം ചെയ്തവരല്ല, അബ്രഹാമിന്റെ സന്തതി പരമ്പരയിൽ ഉണ്ടായവരല്ല അബ്രഹാമിന്റെ മക്കൾ. അത് ജഡപ്രകാരമുള്ള മക്കളാണ്. ആത്മീക സന്തതി അല്ലെങ്കിൽ വാഗ്ദത്ത സന്തതി എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ വിശ്വാസം മൂലം ദൈവത്തെ വിശ്വസിക്കുന്നവരാണ് ആ വാഗ്ദത്ത സന്തതി എന്ന് പറയുന്നത്. റോമാലേഖനം 4:10, 12, 16 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. റോമാലേഖനം 4:10, 11, 12, 16 വാക്യങ്ങൾ. അബ്രഹാമിന്റെ മക്കൾ ആരാണ് എന്ന് പറഞ്ഞിരിക്കുന്നു.
അബ്രഹാമിന് വിശ്വാസം കണക്കിട്ടത് പരിച്ഛേദനയിലോ അഗ്രചർമ്മത്തിലോ. പരിച്ഛേദനയില്ല അഗ്രചർമ്മത്തിൽ അത്ര നമ്മൾ ഈ വാക്യം ഒന്ന് വായിച്ചതാ. എന്നാലും നമുക്ക് 11 ഇവിടെ വായിച്ചിട്ട് 12ലേക്ക് പോകാം. അഗ്രചർമ്മത്തിൽ വെച്ചുണ്ടായിരുന്ന വിശ്വാസ വായിച്ചല്ലേ, അബ്രഹാം അഭിഷാദിക്ക് മുദ്രയെ പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ച അഗ്രചർമ്മത്തോടെ വിശ്വസിക്കുന്നവർക്കും കൂടെ നീതി കണക്കിടുവാൻ തക്കാണ് താൻ അവർക്കെല്ലാവർക്കും പിതാകാൻ. അപ്പം പരിച്ഛേദന മാത്രമുള്ളവരല്ല, അബ്രഹാമിന് അഗ്രചർമ്മത്തിൽ ഉണ്ടായ വിശ്വാസനീതി അനുഗമിക്കുന്നവരായ എല്ലാവർക്കും കണക്കിടുവാനുള്ളതാകയാൽ തന്നെ എന്ന് പറയുന്നു. അത് 16-ാം വാക്യം. അതുകൊണ്ട് കൃപാദാനമെന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. അതുകൊണ്ട് കൃപാദാനമെന്ന് വരേണ്ടതിന് പ്രവൃത്തിയല്ല, വിശ്വാസം മാത്രം. കൃപാദാനം എന്ന് പറയുന്നത് വിശ്വാസത്താൽ അത്ര അവകാശികളാകുന്ന വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല, അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്കും കൂടെ കണക്കിടുവാനുള്ളതാകിയാൽ തന്നെ. അത് വാഗ്ദത്തം ന്യായപ്രമാണമുള്ളവർക്ക് മാത്രമല്ല. ന്യായപ്രമാണമുള്ളവർ യഹൂദന്മാർ വിചാരിക്കുന്ന അവര് ദൈവത്തിന്റെ വലിയ ആൾക്കാർ, അവർക്ക് ന്യായപ്രമാണമുണ്ട്, വാഗ്ദത്തങ്ങളുണ്ട്, പിതാക്കന്മാരുണ്ട്, ക്രിസ്തു വരുന്നൊക്കെ ഉത്ഭവിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. ജാതികൾക്ക് ഒരു വിധേനയും ദൈവത്തിങ്കിലേക്ക് വരാൻ ഒരു പ്രമാണം അവർക്ക് ഇല്ലാത്തതുകൊണ്ട് അവർ ഒരിക്കലും ദൈവസന്നിധി നീതീകരിക്കപ്പെടുകയില്ല, അല്ലെങ്കിൽ ദൈവത്തിങ്കിലേക്ക് വരികയില്ല എന്ന് പറയുന്നവരോട് പൗലോസ് പറയാണ്, വാഗ്ദത്തം സകല സന്തതിക്കും ന്യായപ്രമാണമുള്ളവർക്കും മാത്രമല്ല, അബ്രഹാമിന്റെ വിശ്വാസമുള്ളവർക്ക് കൂടെ കണക്കിടുവാനുള്ളതായി തന്നെ. അപ്പം ഈ യഹൂദന്മാര് ഇപ്പൊ ഇവിടെ യഹൂദ മതാനുസാരികള് പറയുന്നത് അവര് വലിയൊരു പദവിയായിട്ടാണ് കണക്കാക്കുന്നത് അബ്രഹാമിന്റെ മക്കൾ എന്നുള്ളത്, അല്ലേ? അപ്പോൾ അവരുടെ ആ വാദത്തെ ഒന്ന് റെബേക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ പറയുന്നു, ജാതികളെ ഇഷ്ടമല്ലാത്ത യഹൂദനെയും ജാതികളെയും ദൈവം ഒരേ ലേബലിലാണ് നീതീകരിക്കപ്പെടുന്നത്. ഏത് ലേബലില? വിശ്വാസം എന്ന ലേബലിലാണ്. അത് യഹൂദ മതാനുസാർക്ക് ഒരു തിരിച്ചടി. അവര് വലിയ ആൾക്കാരാ. അവന്ന് പറഞ്ഞാൽ അവരോട് പറയുകയാണ്, നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുന്നു, ഇപ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന പ്രവൃത്തിയാലാണ് നീതീകരിക്കപ്പെടുന്നത്. അതുകൊണ്ടല്ലേ അവർ ദൈവത്തിങ്കലേക്ക് വന്ന്, കള്ള സഹോദരന്മാരാണ് അവര് ദൈവത്തിങ്കലെ വിശ്വാസത്തിലേക്ക് വന്നിട്ടും പിന്നെ പറയുകയാണ്, ന്യായപ്രമാണത്തിന്റെ കുറെ പ്രവൃത്തികളും കൂടെ ചെയ്താലേ രക്ഷയുള്ളൂ എന്ന് പറയുന്ന അവരോട് പറയുകയാണ്, ഇപ്പോഴും നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന പ്രവൃത്തിയാലാണ് നീതീകരിക്കുന്നത്. അല്ല, പ്രവൃത്തിയാൽ ഒരു രീതിയിലും മനുഷ്യൻ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരികയില്ല, മക്കൾ എന്ന പേരിന് അവകാശികളും ആകെയില്ല. എബ്രായ ലേഖനം പറയുന്ന കൗലേടയന്മാർ അല്ലെങ്കിൽ ജാരസന്തതികൾ എന്നാണ് പറയുന്നത്, അല്ലെ? നമ്മള് ഇപ്പോഴത്തെ ജീവിതത്തിൽ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾ എന്ന പേര് പറഞ്ഞത് കൊണ്ട് ആരും ദൈവത്തിന്റെ മക്കളാകുന്നില്ല, അല്ലേ? നമ്മള് റോമാലേഖനത്തില് പറയുന്നുണ്ട്, അബ്രഹാം എനിക്ക് എപ്പോഴും റോമാലേഖനം വരുന്നത്, റോമാലേഖനം 9-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, എങ്ങനെയുള്ള മക്കളാണ് അബ്രഹാമിന്റെ മക്കൾ? ജഡപ്രകാരമുള്ള മക്കളല്ല, വാഗ്ദത്തപ്രകാരമുള്ള മക്കളാണ് ദൈവത്തിന്റെ മക്കൾ. റോമാലേഖനം 9:6 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. റോമാലേഖനം 9:6 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ദൈവവചനം വൃഥാവായി പോയി എന്നല്ല, ഇസ്രയേലിൽ നിന്ന് ഉത്ഭവിച്ചവർ എല്ലാവരും ഇസ്രയേലിയർ എന്നും അബ്രഹാമിന്റെ സന്തതിയാകിയാൽ മക്കളൊന്നും വരികയില്ല, എല്ലാവരും മക്കളൊന്നും വരികയില്ല, ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. അതിന്റെ അർത്ഥമോ, ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്തപ്രകാരം ജനിച്ച മക്കളെ അത്രേ സന്ധിയാണ്. അവിടെ അബ്രഹാമിന് 2 മക്കളുണ്ടായിരുന്നല്ലേ? ജഡപ്രകാരം ജനിച്ചൊരു സന്തതി, സാറയുടെ സാറയുടെ വാക്കിനാൽ ഉണ്ടായ അഭിപ്രായ പ്രകാരം ഉണ്ടായ ഒരു സന്തതി ഇസ്മായേലും, അതുപോലെ ദൈവത്തിന്റെ വാഗ്ദത്താൽ ഉണ്ടായ ഇസഹാക്ക് എന്ന സന്തതി. അപ്പം ഇസ്മായേലിൽ നിന്ന് ജനിച്ചവരാരും ദൈവത്തിന്റെ മക്കളൊന്നും വരികയില്ല, വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളെ അത്രേ സന്തതി എന്ന് വരികയുള്ളൂ. നമ്മുടെ യഹൂദന്മാര് പറയുന്ന യഹൂദന്മാരെ സംബന്ധിച്ചു കഴിഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ഷോക്കാ, അല്ലേ? നമുക്ക് റോമലേഖനമല്ല, യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, തന്നിൽ വിശ്വസിച്ച യഹൂദന്മാരോട് കർത്താവ് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ എല്ലാവരും പറയുന്നു നിങ്ങൾ അബ്രഹാമിന്റെ മക്കളാണെന്നല്ലേ, എങ്കിലും നിങ്ങൾ അബ്രഹാമിന്റെ പ്രവൃത്തിയെ നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തിയെ ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങൾ വേറൊരു പിതാവിന്റെ പ്രവൃത്തിയാ ചെയ്യുന്നത്. ഏത് പിതാവിന്റെയാ? സാത്താൻ എന്ന പിതാവിന്റെ പ്രവൃത്തിയെ ചെയ്യുന്നെന്നാ പറയുന്നത്. അവരെ വിളിക്കുന്നത്
പിശാചിന്റെ മക്കളെ എന്നാ വിളിക്കുന്നത് അല്ലേ. അതുപോലെ തന്നെ തന്റെ അടുക്കൽ വന്ന യഹൂദന്മാരോട്, മാനസാന്തര സ്നാനത്തിന് വേണ്ടി തന്റെ അടുക്കൽ വന്ന യഹൂദന്മാരോട് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ ഒരു വാക്യം ഓർക്കുന്നുണ്ടോ? ഞാൻ മത്തായി സുവിശേഷം 3:9 ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. എടുക്കണമെന്ന് നിർബന്ധമില്ല. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയും നിങ്ങൾ അറിയുന്നില്ല. അവരോട് പറയുകയാണ്, കുറച്ച് കഴിഞ്ഞിട്ട് അവരെ വിളിക്കുന്ന സർപ്പസന്തതികളെ എന്നാ വിളിക്കുന്നത് അല്ലേ. അബ്രഹാമിന്റെ മക്കളല്ല, നിങ്ങള് പിശാചിന്റെ മക്കൾ എന്നാ പറയുന്നത്. അപ്പം പലരും പലതിലും പ്രശംസിക്കുന്നുണ്ട്. ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ക്രിസ്തീയ പരിവർത്തനം ചെയ്തത് കൊണ്ടോ, ഒന്നുകൂടെ പറഞ്ഞാൽ മാമോദീസ ഏറ്റത് കൊണ്ടോ, വിശ്വാസ സ്നാനം ഏറ്റത് കൊണ്ടോ, ഇനി മാമോദീസയെ കുറിച്ച് പറഞ്ഞ വിശ്വാസ സ്നാനം പറഞ്ഞില്ലെങ്കിൽ ബുദ്ധിമുട്ടല്ലേ, അതുകൊണ്ട് വിശ്വാസ സ്നാനം ഏറ്റത് കൊണ്ടോ, അതുപോലെ പള്ളിയിലെ രജിസ്റ്ററിൽ പേരുള്ളത് കൊണ്ടോ ആരും ദൈവത്തിന്റെ മക്കളല്ല. ദൈവത്തിന്റെ മക്കളാകണമെങ്കിൽ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. തിരുവഴുത്തിന് തെറ്റിപ്പോകത്തില്ല. ദൈവം പറയുന്നത് അത് സത്യമാണ്. അതിന് ദൈവത്തിന് മാറ്റം വരത്തില്ല. നമ്മൾക്കൊക്കെയാണ് മാറ്റം വരുന്നത്. തിരുവഴുത്തിനെ വളച്ചൊടിച്ച് നമ്മുടേതായ രീതിയിലാക്കി തീർത്താൽ മാമോദീസ ഏറ്റത് കൊണ്ട് സ്വപുത്രനാണെന്ന് പറഞ്ഞ് മേളിൽ പോകത്തൊന്നുമില്ല. അത് തിരുവഴുത്തിന് വിരോധമാണ്. അല്ലെങ്കിൽ വിശ്വാസ സ്ഥാനം ഏറ്റത് കൊണ്ടും മേളിൽ പോകത്തില്ല, അതും തിരുവഴുത്തിന് എതിരാണ്. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രം. അങ്ങനെയാണെങ്കിൽ കർത്താവ് പറയാമായിരുന്നല്ലോ തൻ്റെ ഒരു ഭാഗത്തെ കള്ളനോട്, നീ ഇന്ന് എന്നോടുകൂടെ പറുദീസയിൽ, അവൻ വിശ്വാസ സ്നാനം ഏറ്റിട്ടൊന്നും അല്ല അന്ന് ദൈവത്തോടുകൂടെ പറുദീസയിൽ ഇരുന്നത്. അവന്റെ വിശ്വാസമാണ് അവനെ ദൈവസന്നിധിയിൽ ആകുവാനായിട്ട് ഇടയായി തരുന്നത്. അതുകൊണ്ട് ക്രിസ്തീയ മതത്തിൽ ജനിച്ചത് കൊണ്ടോ അങ്ങനെ ഏത് പാരമ്പര്യമായ വലിയ കാര്യങ്ങൾ വിശ്വസിച്ചുകൊണ്ടോ എൻ്റെ അപ്പനും അമ്മയും വിശ്വാസി ആയിരുന്നു എന്ന് പറഞ്ഞത് കൊണ്ടോ മക്കൾ വിശ്വാസികളാകണം എന്നില്ല. ദൈവം പിതാവ് മാത്രമാണ്, ദൈവം വല്യപ്പനല്ല. ദൈവനും മക്കളും മാത്രമേ ഉള്ളൂ, ദൈവത്തിന് കൊച്ചുമക്കൾ ഇല്ല. അത് നമ്മൾ എപ്പോഴും പറയുന്ന കാര്യം. അപ്പം ഓരോരുത്തർക്കും തന്നെത്താൻ വിശ്വാസം വേണം. പേഴ്സണൽ സാൽവേഷൻ എല്ലാവർക്കും. അതുകൊണ്ടല്ലേ കർത്താവ് താൻ ഉയർത്തെഴുന്നതിന് ശേഷം സഭകളോട് പറയുന്നുണ്ട്, അത് താൻ ഭൂമിയിലായിരുന്നപ്പോഴും പറഞ്ഞു, കേൾക്കാൻ ചെവി ഉള്ളവൻ കേൾക്കട്ടെ എന്നാ പറഞ്ഞത്. അത് ഓരോരുത്തരോടാ പറയുന്നേ. എല്ലാവർക്കും അവർക്ക് ദൈവത്തെ വിശ്വസിക്കണം. അങ്ങനെ അവരോട് പറയുക, യഹൂദ വിശ്വാസികളോട് പറയുകയാണ്, അല്ലെങ്കിൽ ഗലാത്യ സഭകൾക്ക് വേണമെന്ന് അവർക്ക് വലിയൊരു ആശ്വാസമാണ്. കാരണം യഹൂദ മതാനുസാരികൾ, ഈവൻ പത്രോസ് പോലും യഹൂദ മതാനുസാരികൾ അവിടെ വന്നപ്പം ഗലാത്യരെ ഒരു സെക്കൻഡ് ക്ലാസ് ക്രിസ്ത്യാനിയായിട്ടാണ് കണ്ടതല്ലേ, അല്ലെ അങ്ങനെ ഒരു സെക്കൻഡ് ക്ലാസ് വിശ്വാസിയായിട്ട് കണ്ടേ. അവരോട് ഉറപ്പിക്കുകയാണ് ചെയ്യുന്നത്, നിങ്ങൾ ആ ലേബലിലൊന്നും അല്ല, ദൈവത്തിന് മക്കൾ മാത്രമേ ഉള്ളൂ. ആ അബ്രഹാമിന്റെ മക്കൾ എന്നതിന് നിങ്ങളും അവകാശികളാണ്. എങ്ങനെ? വിശ്വാസത്താലാണ് നിങ്ങളും നീതീകരിക്കപ്പെട്ടത്. അപ്പം യഹൂദനാണേലും ജാതിയാണേലും ക്രിസ്ത്യാനിയാണേലും ഏതൊരു മതവിഭാഗത്തിലുള്ളവരാണെങ്കിലും ദൈവത്തെ വിശ്വസിക്കുന്ന പ്രവൃത്തിയാലല്ല, വിശ്വാസത്താൽ മാത്രമാണ്. അപ്പൊ നമ്മൾ ഇത് പറയുമ്പോൾ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ അബ്രഹാമിന്റെ വിശ്വാസത്താലല്ലേ വിശ്വാസികളാകുന്നതെന്ന് പറയുമ്പം ചിലവര് പറയും ദൈവം ഇസ്രായേലിനോടുള്ള വാഗ്ദത്തങ്ങൾ അവസാനിപ്പിച്ചു എന്ന് പറയാറുണ്ട്. അതിന് പറയപ്പെടുന്ന നമ്മൾ അത്രയൊന്നും വിശ്വസിക്കത്തില്ലെങ്കിലും ചിലരത് പറയുന്നുണ്ട്. എപ്പോഴെങ്കിലും നിങ്ങളിത് കേട്ടാൽ ഒരു റീപ്ലേസ്മെന്റ് തിയറി എന്ന് പറയും.
നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ പറഞ്ഞു, അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല എന്ന് പറയുമ്പോ അവര് തിരസ്കരിച്ചത് കൊണ്ട് മാത്രമാണ് ജാതികൾ ദൈവത്തിങ്കിലേക്ക് വന്നു എന്നുള്ള റീപ്ലേസ്മെന്റ് തിയറിമുണ്ട്. അതൊന്നും അല്ല. ദൈവം എല്ലാം എല്ലാവരോടും എപ്പോഴും പറഞ്ഞു കൊടുക്കത്തില്ല. ദൈവം ഇങ്ങനെ നമ്മൾ പറയുന്ന പോലെ എന്ന് പറഞ്ഞു കൊടുക്കത്തില്ല. ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് പതുക്കെ 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 മനസ്സിലാക്കി കൊടുക്കുക. അപ്പൊ ദൈവത്തിന്റെ ആത്യന്തികമായ പദ്ധതി എന്ന് പറഞ്ഞാൽ അബ്രഹാമിലൂടെ ഒരു സന്തതിയെ കൊണ്ടുവരണം. അത് യഹൂദനെന്നും യമനനായാലും ജാതിയായാലും അവരെല്ലാവരും വിശ്വാസത്തിലൂടെ നീതിമാന്മാരായി തീരണം എന്നതാണ് ദൈവത്തിന്റെ വഴി. അന്ന് യഹൂദന്മാരിലേക്ക് കൂടെ വന്നതെങ്കിൽ തന്നെയും അവരെ വിശ്വസിക്കാണ്ടവരെ കുറച്ചു നേരത്തേക്ക് അങ്ങോട്ട് മാറ്റി വെച്ചത് മാത്രമേ ഉള്ളൂ. അവരെ റീപ്ലേസ് ചെയ്തില്ല. ഓക്കെ, അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. റോമാലേഖനം 11-ാം അധ്യായത്തിലേക്ക് ഒന്ന് വരാം. എടുത്തു റോമാലേഖനം 11-ാം അധ്യായം. സഹോദരൻ, ഇസ്രയേൽ മുഴുവനും രക്ഷിക്കപ്പെടുന്ന ഒരു കാലമുണ്ട്. റീപ്ലേസ് ചെയ്തല്ല, കുറച്ചു സമയത്ത് അവരെ ഒന്ന് മാറ്റിയിരുന്നു. അവരുടെ അനുസരണക്കേടിനാൽ എന്ന് റോമാലേഖനത്തിൽ 11-ാം ആദ്യത്തെ വാക്കിൽ പറഞ്ഞു. ഞാൻ 25-ാമത്തെ വാക്യം മുതലാണ് വായിക്കുന്നത്. 25. സഹോദരന്മാരെ, നിങ്ങൾ ബുദ്ധിമാന്മാരെന്ന് നിങ്ങൾക്ക് തന്നെ തോന്നാതിരിപ്പാൻ ഈ രഹസ്യം അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേൽ അംശമായി കാഠിന്യം സംഭവിച്ചിരിക്കുന്നു. കുറച്ചു സമയത്തേക്ക് ഇങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാപങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അവർക്കും ഒരു കാലത്ത് കരുണ ലഭിക്കും. കാരണം 11, 30 പറഞ്ഞത്, നിങ്ങൾ മുമ്പേ ദൈവത്തെ അനുസരിക്കാതിരുന്നിട്ട് അവരുടെ അനുസരണക്കേടിനാൽ നിങ്ങൾക്ക് കരുണ ലഭിച്ചു എന്ന് പറഞ്ഞാല് അവര് കുറച്ചു നാൾ അനുസരിക്കാതിരുന്നുകൊണ്ട് ആ സ്വന്തത്തിലേക്ക് വന്നു. അവരനുസരിക്കാതിരുന്നുകൊണ്ട് ജാതികളിലേക്ക് ദൈവം വന്നു. അതുകൊണ്ട് അവരുടെ അനുസരണക്കേടിനാൽ ഇപ്പോൾ നിങ്ങൾക്ക് കരുണ ലഭിച്ചതുപോലെ, നിങ്ങൾ വിശ്വാസികളായിത്തീർന്നത് പോലെ നിങ്ങൾക്ക് ലഭിച്ച കരുണയാൽ അവർക്കും കരുണ ലഭിക്കണം. അവരും ഇപ്പോൾ അനുസരിക്കാതിരിക്കുന്നു. എന്നിട്ട് പറയുന്നു, ദൈവം എല്ലാവരോടും കരുണ കാണിക്കേണ്ട എല്ലാവരെയും അനുസരണക്കേടിന് അടച്ചിരിക്കുന്നു എന്ന് പറയും. എല്ലാവർക്കും ദൈവം കരുണ കാണിക്കുമെന്നാണ് ദൈവത്തിന്റെ ഇഷ്ടം. ജനിച്ച എല്ലാവരെയും, അത് യഹൂദനെ ആണേലും യവനനെ ആണേലും ജാതികളെ ആണേലും ആരെയാണേലും. പക്ഷെ റീപ്ലേസ്മെന്റ് തിയറി പറയുന്നവരുണ്ട്, ഇസ്രായേലിനെ കുറിച്ചുള്ള എല്ലാം തീർന്നു, ഇനി ഇസ്രായേൽ ഒരിക്കലും വരികയില്ല. പക്ഷെ ഈ സഖറിയാവിന്റെ പുസ്തകത്തിൽ പറയുന്നു, അവരെല്ലാവരും കുലമായി ദൈവത്തെ വിളിക്കുവർ കുത്യവെങ്കിലേക്ക് നോക്കുമെന്ന് പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. സഖറിയാവിന്റെ പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യം മുതലുള്ള വാക്യങ്ങൾ. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസികളുടെയും മേലും കൃപയുടെയും യാചനകളുടെയും ആത്മാവിനെ പകരവർക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ ഇടയാക്കി തീരും. തങ്ങൾ കുത്തിയിട്ടങ്കലേക്ക് അവർ നോക്കും. ഏകജാതനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും. ആദിജാതനെ കുറിച്ച് വ്യസനിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വ്യസനിക്കും എന്നാണ്. അന്നാളിൽ മെഗിദ്ദോ താഴ്വരയിലുള്ള ഹദദ് റിമ്മോനിലെ വിലാപം പോലെ യെരൂശലേമിൽ ഒരു മഹാവിലാപം ഉണ്ടാകും. കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ ദേശം കുലമായി വിലപിക്കും. ദാവീദ് കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, നാഥാൻ ഗൃഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, ലേവി ഗൃഹത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, ഷിമൈ കുലത്തിന്റെ കുലം പ്രത്യേകവും അവരുടെ സ്ത്രീജനം പ്രത്യേകവും, ശേഷിച്ചിരുന്ന കുലങ്ങളൊക്കെയും അതത് കുലം പ്രത്യേകവും അതത് സ്ത്രീജനം പ്രത്യേകവും വിലപിക്കും എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും വിലപിക്കും. ഓരോരുത്തരും തങ്ങളുടെ പാപങ്ങളെ ഏറ്റു പറഞ്ഞ് മാനസാന്തരപ്പെടും. എല്ലാവരും തങ്ങൾ കുത്യമെങ്കിലേക്ക് നോക്കും. എല്ലാ യഹൂദന്മാരും ദൈവത്തിങ്കലേക്ക് വരും. അതാണ് ദൈവത്തിന്റെ ഭാവി പരിപാടി എന്ന് പറയുന്നത്. അപ്പം ദൈവം എല്ലാവരെയും വിശ്വാസത്താൽ നീതീകരിക്കപ്പെടും. ഇപ്പൊ അവരെല്ലാവരും നമ്മൾ റോമാലേഖനം പറയുന്നുണ്ട്, അവര് പ്രവൃത്തിയാൽ
പറയുന്ന നീതിയില്ലാത്ത ജാതികൾ നീതി പ്രാപിച്ചു എന്നോ? അതേ നീതിയാ പ്രാപിച്ചേ, വിശ്വാസമുള്ള നീതി തന്നെ. നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേലും ആ പ്രമാണത്തിൽ എത്തിയില്ല. അതെന്തുകൊണ്ട്? വിശ്വാസത്താൽ തല്ല, പ്രവൃത്തിയാൽ തന്നെ അവര് അന്വേഷിച്ചത് കൊണ്ട് തന്നെ. അവര് വിശ്വാസത്താലല്ല അന്വേഷിച്ചത്, അവർ പ്രവൃത്തിയാൽ അന്വേഷിച്ചു. പക്ഷെ ഒരു കാലത്ത് അവർ കുത്തിയെങ്കിലേക്ക് വരും. അവരുടെ വിശ്വാസം ദൈവത്തിൽ സമർപ്പിക്കുകയും അവരെല്ലാവരും വിടുവിക്കുകയും ചെയ്യും. അവരെല്ലാവരും ജഡപ്രകാരമുള്ള സന്തതികളാണ്. അവര് വാഗ്ദത്ത പ്രകാരമുള്ള സന്തതികളായി, അല്ലെങ്കിൽ അവര് ആത്മീക സന്തതികളായി മാറുകയും ചെയ്യും. അപ്പൊ വിശ്വസിക്കുന്നവരാണ് അബ്രഹാമിന്റെ മക്കൾ. ഇപ്പോൾ അവർ ജഡപ്രകാരം വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നു. അവരും വിശ്വാസത്താൽ അബ്രഹാമിലൂടെ എല്ലാവരും നീതീകരിക്കപ്പെടുമെന്ന് പറയുന്ന ആ അവസ്ഥയിലേക്ക്, ആ വിശ്വാസികളെന്ന, അബ്രഹാമിന്റെ മക്കളാണ് വിശ്വാസികളെന്ന അവസ്ഥയിലേക്ക് വരും. അബ്രഹാം പരിച്ഛേദന ഏൽക്കുന്നതിന് മുമ്പെയാണ് നീതീകരിക്കപ്പെട്ട. അതുപോലെ ദൈവം വിശ്വാസത്താൽ പരിച്ഛേദനക്കാരെയും വിശ്വാസത്താൽ അഗ്രജന്മികളെയും നീതീകരിക്കുന്നുവെന്ന് റോമാലേഖനം പറയുന്നു. അപ്പം വിശ്വാസത്താൽ ഉള്ളവരാണ് അബ്രഹാമിന്റെ മക്കൾ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നവരാണ് അബ്രഹാമിന്റെ യഥാർത്ഥ മക്കൾ. ജഡപ്രകാരമുള്ളവരല്ല, ആത്മീക സന്തതികളാണ്. ആത്മാവിനാൽ ക്രിസ്തുവിലേക്ക് വന്നവരാണ് അബ്രഹാമിന്റെ സന്തതികൾ. ഓക്കെ, ഇനി അടുത്ത വാക്യത്തിലേക്ക് പോകാം. അടുത്ത വാക്യം 8ാമത്തെ വാക്യം. ഞാൻ എങ്ങും എത്തുന്നില്ല. ഓക്കെ, ദൈവത്തിന് സ്തോത്രം. 8ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻ കണ്ടിട്ട് നിന്നെ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻപ് കൂട്ടി അറിയിച്ചു. ഇതുവരെ താൻ തന്റെ അനുഭവം പറഞ്ഞു, ഗലാത്യ വിശ്വാസികളുടെ അനുഭവം പറഞ്ഞു, അബ്രഹാമിന്റെ അനുഭവം പറഞ്ഞു. അതെല്ലാം ദൈവം വിശ്വാസത്താലാണ് എല്ലാവരെയും നീതീകരിക്കുന്നത്, പ്രവൃത്തികളാലല്ല. ഇവിടെ ജനസിസ് 12 മുതൽ, പുസ്തകം 12:3 ഉദ്ധരണിയാണ്. നിന്നാൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന ആ ഒരു വാഗ്ദത്തം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്ന തിരുവഴുത്ത് മുൻ കണ്ടിട്ട്, അത് നമ്മൾ ഇത്രത്തോളം പറഞ്ഞു, അതുകൊണ്ടാണ് ഞാൻ വിശദീകരിക്കുന്നില്ല. തിരുവഴുത്ത് മുൻ കണ്ടിട്ട്, ഇംഗ്ലീഷിൽ പറയുന്നത് സ്ക്രിപ്ചർ ഫോർ സീയിങ്. അപ്പൊ തിരുവഴുത്തിനെ ഒരു മനുഷ്യൻ പറയുന്നത് പോലെ പേഴ്സണൈഫൈങ് ദ സ്ക്രിപ്ചർ. അപ്പം ഒരു പേഴ്സണിഫൈങ് ദ സ്ക്രിപ്ചർ പറയും, വാക്കിൽ തിരുത്ത് കിടുന്നില്ല. എനിവേ, ആ തിരുവഴുത്തിനെ മനുഷ്യാവതാരം ചെയ്തിരിക്കുന്നു, അല്ലെ അവതരണം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പറയുന്നത് പോലെ തിരുവഴുത്ത് പറയുന്നു എന്ന് പറയുന്നു, അല്ലെ? ഒരു മനുഷ്യനല്ലേ മുൻകണ്ടിട്ടല്ലേ, ദൈവം മുൻകണ്ടിട്ടെന്ന് പറയുന്നത് തിരുവഴുത്ത് മുൻകണ്ടിട്ട്, വചനം മുൻകണ്ടിട്ട്. അപ്പൊ ഒരു മനുഷ്യാവതാരത്തിൽ ഒരു പേഴ്സണൽ പറയുന്നത് പോലെ തിരുവഴുത്തിനെ ഇവിടെ പൗലോസ് പറയുകയാണ് ചെയ്യുന്നത്. യഹൂദ സംസ്കാരത്തിൽ, അല്ലെ സംസാര ഭാഷയിലെ ഒരു ശൈലിയായിരുന്നു അത്, അങ്ങനെ പറയുന്നു എന്ന് പറയുന്ന. തിരുവഴുത്തു നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞാൽ, തിരുവഴുത്തു എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്നു എന്നർത്ഥം. ദൈവത്തിന്റെ വചനമാണ് ബൈബിൾ എന്ന് പറഞ്ഞ സത്യവേദ പുസ്തകം. അപ്പം വചനം പറയുന്നു എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്നു. തിരുവഴുത്ത് പറയുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവം പറയുന്നു എന്നർത്ഥം. അപ്പം ആ തിരുവഴുത്തിന്റെ, അല്ലെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ താൻ പറയുന്നതിനെ പൗലോസ് ശരിവയ്ക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഈ തിരുവഴുത്ത് മുൻകണ്ടിട്ട് എന്നുള്ളതിന് ഉദാഹരണം 2-3 ഉദാഹരണങ്ങൾ വചനത്തിലൂടെ ഒന്ന് നമുക്കൊന്ന് പോയി പരിശോധിക്കാം. ഒന്ന് വായിക്കാം. ഗലാത്യ ലേഖനത്തിൽ തന്നെ 4:30 അങ്ങനെ പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം നമ്മൾ എപ്പോഴും വായിച്ചു വിടുന്ന വാക്യങ്ങളാണ്, പക്ഷെ നമ്മൾ അത് അത്ര അങ്ങോട്ട് അർത്ഥത്തെ അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല. ഓക്കെ, 4:30 തിരുവഴുത്തോ എന്തു പറയുന്നു, ദാസിയെയും മകനെയും പുറത്താക്കി കളക. ഞാൻ അവിടെ നിർത്തുകയാണ്. ഇനി യോഹന്നാന്റെ സുവിശേഷം 7:38, യോഹന്നാന്റെ സുവിശേഷം 7:38, എന്നാൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവഴുത്തു പറയുന്നത് പോലെ, അവിടെ തിരുവഴുത്തു പറയുന്നത് പോലെ. ഇനി 7:42,
ദാവീദിന്റെ സന്തതിയിൽ നിന്നും ദാവീദ് പാർത്ത ഗ്രാമമായ ബെത്ലഹേമിൽ നിന്ന് ക്രിസ്തു വരുന്നു എന്ന് തിരുവഴുത്തു പറയുന്നില്ലയോ? അപ്പം തിരുവഴുത്ത് പറയുന്നില്ലയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം പറയുന്നില്ലയോ, അല്ലെങ്കിൽ വചനം പറയുന്നില്ലയോ? ഓക്കെ, അത് ആ തിരുവഴുത്ത് മുൻകണ്ടിട്ട് ഒരു സംശയം ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങ് പറഞ്ഞു. പിന്നെ വായിച്ചു വരുമ്പോൾ അത് വിശദീകരിച്ചില്ലല്ലോ എന്ന് പറയണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പറഞ്ഞ സ്ക്രിപ്ചർ ഫോർ സീയിങ്, ആ സ്ക്രിപ്ചറിനെ പേഴ്സണിഫിക്കേഷൻ ചെയ്യുന്നതിൽ മനുഷ്യാവതാരം ചെയ്യുന്നതായിട്ടാണ് പറഞ്ഞത്. അപ്പൊ ദൈവം പറയുന്നു, തിരുവഴുത്ത് പറയുന്നു എന്ന് പറഞ്ഞാൽ ദൈവം പറയുന്നു, ദൈവത്തിന്റെ വചനമാണ്. അപ്പൊ എന്താണ് തിരുവഴുത്ത് പറഞ്ഞത്? സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു എന്നല്ലേ? അങ്ങനെ നമ്മൾ വായിച്ചത്. എന്നാൽ വിശ്വാസം മൂലം ദൈവം ജാതികളെ നീതീകരിക്കും, തിരുവഴുത്ത് മുൻകൂട്ടി നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. നമ്മൾ പറയും സുവിശേഷം എന്ന് പറഞ്ഞാൽ ക്രിസ്തു സുവിശേഷം മാത്രമേ ഉള്ളൂ സുവിശേഷം എന്നല്ലേ പറഞ്ഞത്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്ന, ദൈവത്തിന്റെ ആത്മാവിനാൽ പറഞ്ഞിരിക്കുന്നത്, നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. അപ്പൊ സകല ജാതികളും വിശ്വാസത്താലാണ് രക്ഷയിലേക്ക് വരുന്നു എന്നുള്ള സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. അതുകൊണ്ടല്ലേ അബ്രഹാം ഒക്കെ വാഗ്ദത്തം കിട്ടിയ സ്ഥലത്ത് താമസിച്ചിട്ടും കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരത്തിനായി കാത്തിരുന്നത്. അബ്രഹാമിന് വലിയ അനുഗ്രഹമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ വെച്ചേ കനാൻ ദേശം കണ്ടപ്പോഴേ അവസാനം മാറിപ്പോയ അവകാശങ്ങളൊക്കെ അബ്രഹാമിന് തീർന്നു പോയി. ഇന്നും അവരൊക്കെ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ദൈവം അബ്രഹാമിനോട് പറഞ്ഞ എന്താ? വായിക്കാം. 18-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 18-ന്റെ 18 മുതലുള്ള വാക്യങ്ങൾ. ഓക്കെ. അബ്രഹാം വലിയതും അബ്രഹാമിനോട് പറഞ്ഞ സുവിശേഷം എന്താണെന്ന് പറയുന്നത്. അബ്രഹാം വലിയതും ബലമുള്ളതുമായ ജാതിയായി തീരുകയും അവനിൽ ഭൂമിയിലെ ജാതികളൊക്കെയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യുമല്ലോ. യഹോവ അബ്രഹാമിനെ കുറിച്ച് അരുളിച്ചെയ്തത് അവന് നിവർത്തിച്ചു കൊടുക്കാൻ തക്കവണ്ണം അബ്രഹാം തന്റെ മക്കളോടും തനിക്ക് പിമ്പുള്ള കുടുംബത്തോടും നീതിയും ന്യായവും പ്രവർത്തിച്ചുകൊണ്ട് യഹോവയുടെ വഴിയിൽ നടപ്പാൻ കൽപ്പിക്കേണ്ടതിന് ഞാൻ അവനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതോടെ ഭൂമിയിലെ സകല ജാതികളും അബ്രഹാമിനാൽ അനുഗ്രഹിക്കപ്പെടും എന്ന തിരുവഴുത്ത് മുൻകണ്ട ആ സുവിശേഷമാണ് അബ്രഹാമിനോട് പറഞ്ഞു കൊടുത്തത്. മുമ്പേ പറഞ്ഞതുപോലെ ദൈവം എല്ലാം ഒരുമിച്ചൊന്നും പറഞ്ഞു കൊടുക്കത്തില്ല. അബ്രഹാമിന് പറഞ്ഞു കൊടുത്തെങ്കിലും അബ്രഹാമിനൊന്നും ഒരു നിഴലായി മാത്രമേ ഇരുന്നുള്ളൂ. അബ്രഹാമിന് അത്രയൊന്നും അറിയത്തൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടല്ലേ ഹിബ്രൂസ് 1:1 ഇങ്ങനെ പറയുന്ന, ദൈവം പണ്ടു ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം നമ്മുടെ പിതാക്കന്മാരോട് അരുളിച്ചത്. കുറച്ചായിട്ട് ഈ പ്രവാചകന്മാരിലൂടെ എല്ലാം ദാവീദിന്റെ സന്തതിയായി ക്രിസ്തു ഉത്ഭവിക്കുമെന്നും അവര് കാത്തിരുന്ന മശികയാണ് ക്രിസ്തുവെന്നും മശിക ഛേദിക്കപ്പെടുമെന്നെല്ലാം അവരിലൂടെ എല്ലാം ദൈവം പറഞ്ഞു കൊടുത്തെങ്കിലും അവർക്കാർക്കും അത് മനസ്സിലായില്ല. അവർക്കൊരു നിഴൽ പോലെ ആയിരുന്നു പറഞ്ഞേ. നമുക്കറിയാമല്ലോ, കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യത്തെ സുവിശേഷം എന്ന് പറയുന്നത് എവിടെയാ? ഉൽപ്പത്തി പുസ്തകം 3:15 അല്ലേ? സ്ത്രീയുടെ സന്തതി സർപ്പത്തിന്റെ തല തകർക്കുക എന്നുള്ളത് അതും ഒരു സുവിശേഷമാണ്. അതാണ് സുവിശേഷം. അപ്പൊ അതാണ് അബ്രഹാമിനോടും പറഞ്ഞു, അബ്രഹാമിനെ വീണ്ടെടുത്തതിനു ശേഷം. ഓക്കെ, ഇനി എന്താണ് തിരുവഴുത്ത് മുൻകണ്ടത്? ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു. അന്ന് അബ്രഹാമിനോട് പറഞ്ഞത് ആത്മീകമായ കാഴ്ചപ്പാടിലല്ല യഹൂദന്മാരെടുക്കുന്നത്. അവര് ഭൗതികമായ ഒരു കാഴ്ചപ്പാടിലാണ് എടുക്കുന്നത്. അവര് വിചാരിക്കുന്നത് കൽദയുടെ ഊരിൽ നിന്ന് അബ്രഹാമിനെ വിളിച്ചു കൊണ്ടുവന്ന് ദൈവം അബ്രഹാമിനെ നീതീകരിച്ച ഒരു വാഗ്ദേശം ദൈവം കൊടുത്തു. അബ്രഹാം എന്ന് പറയുന്ന ഒന്നുമില്ലാത്ത ആളൊന്നും അല്ലായിരുന്നു. ആ ഒരു കൽദയുടെ ഊരിലെ ഒരു നാട്ടുരാജാവായിരുന്നു. ഹിസ്റ്ററി ഒക്കെ പറയപ്പെടുന്നത് 318 വീട്ടിൽ ജനിച്ച അഭ്യാസികൾ തന്നെ അബ്രഹാമിനുണ്ടായിരുന്ന 5 രാജാക്കന്മാരെ പോയി ജയിച്ചു വന്ന അബ്രഹാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ അബ്രഹാം ചെറിയ ആളൊന്നും അല്ലായിരുന്നു. അവർ വിചാരിച്ച്
ഒരു ദരിദ്രവാസിയായ ഒരു അബ്രഹാമിനെ പിടിച്ചോണ്ട് വന്ന് വലിയ ആളാക്കുന്നൊന്നും അല്ല. അബ്രഹാമിനെ ദൈവം വിളിച്ചുകൊണ്ട് വന്നത് ദൈവത്തിന് കുറെ വാഗ്ദത്തദേശം കൊടുത്ത് കുറെ സന്തതികളെ ഉണ്ടാക്കി അവരെ കനാൻ ദേശത്ത് കൊണ്ട് പാർപ്പിക്കാനല്ല. ദൈവത്തിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞത് അബ്രഹാമിനെ ജാതികളെ അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ സേവിച്ചു കൊണ്ടിരുന്ന അബ്രഹാമിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഏക ദൈവത്തെ ആരാധിക്കുവാൻ പ്രാപ്തനാക്കുകയും ആ അബ്രഹാമിന്റെ സന്തതിയിലൂടെ അല്ലെങ്കിൽ തന്നിലൂടെ തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്നിട്ട് സകല മാനവജാതിയുടെ രക്ഷയ്ക്കായി തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം എന്ന് പറയുന്നത്. ഈ ലോകത്തിലെ കുറച്ച് ആഡംബരങ്ങളോ കുറെ വസ്തുവകളോ ആയിരുന്നില്ല അബ്രഹാമിന്റെ വാഗ്ദത്തം എന്ന് പറയുന്നത്. ആ അബ്രഹാമിനെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്ന അവരിൽ നിന്ന് കൊണ്ടുവന്നിട്ട് ആ സത്യദൈവത്തെ ആരാധിച്ചിട്ട് ആ സത്യദൈവത്തെ ആരാധിച്ച അബ്രഹാമിന് വാഗ്ദത്തമായി തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുക എന്നതായിരുന്നു ദൈവത്തിന്റെ അനാദികാല നിത്യതയിലെ പരിപാടി എന്ന് പറയുന്നത്. അല്ലാതെ ഭൗതികമായ കുറെ വാഗ്ദത്തങ്ങളൊന്നും കണ്ടിട്ടല്ല അബ്രഹാമിൻ ദൈവത്തിൽ വിശ്വസിച്ചതും. അങ്ങനെയാണെങ്കിൽ അബ്രഹാം ലോത്ത് കെട്ടിപ്പടുക്കിയത് പോലൊരു വീടുണ്ടാക്കി തന്റെ വാഴ്ത്തുന്ന സ്ഥലത്ത് അബ്രഹാമിന് താമസിക്കാമായിരുന്നു. അങ്ങനെയല്ല പറയുന്നേ. അബ്രഹാം യിസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളും ഉള്ളതുമായ ഒരു നഗരത്തിനു വേണ്ടി കാത്തിരുന്നു പറയുന്നു. എന്നിട്ട് താഴോട്ട് ഇബ്രാഹിം 11 അധ്യായം പറയുന്നത് അവരോ ദൂരെ നിന്ന് വാഗ്ദത്തം പ്രാപിച്ചു. എന്നിട്ട് പറയുന്നത് അവർ എല്ലാത്തിനെയും ഉപദേശസ്വർഗീയമായ ഒന്നിനെ അവരോ നല്ലതിനെ ഏറ്റവും നല്ലതിനെ തന്നെ കാത്തിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ. അങ്ങനെ ഒരു നല്ലതായിരുന്നു ഭൂമിയിൽ അവർക്കുണ്ടായിരുന്നു എങ്കിൽ അവർ നല്ലതിനെ അധികം നല്ലതിനെ സ്വർഗീയമായതിനെ തന്നെ കാത്തിരിക്കയില്ലായിരുന്നു. അപ്പോൾ അബ്രഹാമിന്റെ വാഗ്ദത്തം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ അബ്രഹാമിന് കൊടുത്ത വസ്തുവകളോ അബ്രഹാമിന് കൊടുത്ത സന്തതി പരമ്പരകളോ ആയിരുന്നില്ല. യേശു ക്രിസ്തുവിലൂടെ ഒരു ജാതി ദൈവത്തിന്റെ രക്ഷയിലേക്ക് വരും എന്നുള്ളതായിരുന്നു അബ്രഹാമിന് കൊടുത്ത വാഗ്ദത്തം. അപ്പൊ അബ്രഹാമിനെ വിളിച്ചത് ദൈവം യഹൂദന്മാരെ കണ്ടിട്ടല്ല, സകല ജാതികളെയും കണ്ടിട്ട് നമ്മെ ഓരോരുത്തരെയും കണ്ടിട്ടായിരുന്നു ദൈവം അബ്രഹാമിനെ വിളിച്ചത്. ഇപ്പോഴത്തെ വായിക്കുമ്പോൾ നമ്മൾ പറയും അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടും, അവനെ വിശ്വസിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടു, പക്ഷെ ഞാൻ രക്ഷയിലേക്ക് വരണമെങ്കിൽ ഞാൻ വിശ്വസിക്കണം. അപ്പൊ അബ്രഹാമിനെ ദൈവം വിളിച്ചത് എല്ലാവരെയും കണ്ടെങ്കിലും എന്നെയും കൂടെ കണ്ടിട്ടാണ് ദൈവം അബ്രഹാമിനെ വിളിച്ച നാം ഓരോരുത്തരും വിശ്വസിക്കണം. അപ്പൊ യഹൂദന്മാർ ഭൗതിക നന്മകൾ കണ്ടിട്ടാണ് അബ്രഹാമിന്റെ വാഗ്ദത്തം എന്നൊക്കെ പറഞ്ഞത്. പക്ഷെ ദൈവത്തിന്റെ വാഗ്ദത്തം അല്ലായിരുന്നു. അബ്രഹാമിലൂടെ ഒരു വാഗ്ദത്ത സന്തതി അല്ലെങ്കിൽ ആത്മീക സന്തതിയെ ദൈവം കണ്ടു. അപ്പൊ ഇന്നും അത് തന്നെയാണ് നടക്കുന്നത്. ഇന്നും അത് തന്നെയാണ് നടക്കുന്നത്. അബ്രഹാമിന്റെ വാഗ്ദത്തം എന്ന് പറഞ്ഞ് പലരും പറയുന്നുണ്ട്, പക്ഷെ അബ്രഹാമിന്റെ വാഗ്ദത്തമൊന്നുമല്ല. പലരും യേശുവിനെ പറയുന്നുണ്ട്, യേശുവിൽ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ തനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ല എല്ലാവരും വിശ്വസിക്കുന്നത്. തങ്ങൾക്ക് ഭൗതിക വാഗ്ദത്തങ്ങൾ നൽകുന്ന യേശുവിനെയും ഭൗതികമായി അനുഗ്രഹിക്കുന്ന യേശുവിനെയും രോഗം സൗഖ്യമാക്കുന്ന യേശുവിനെയും മറ്റ് പരിഹാരം വരുത്തുന്ന യേശുവിനെയൊക്കെ കാണുന്നത്. പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിച്ച ഒരു യേശുവിനെ കാണുന്നില്ല. അപ്പം തന്റെ പുത്രനിലൂടെ ആ സുവിശേഷമായിരുന്നു ദൈവം അബ്രഹാമിനോടും പറഞ്ഞത്. തന്റെ പുത്രനിലൂടെ ഒരു സന്തതിയെ ഉണ്ടാകാതെ സകല ജാതികളും ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെടും എന്നുള്ള സുവിശേഷമായിരുന്നു ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്. നമുക്ക് യോഹന്നാന്റെ സുവിശേഷം 3:30 പറഞ്ഞു, വിശ്വാസം മൂലം ജാതികളെയും വിശ്വാസത്താൽ യഹൂദന്മാരെയും ഒരുപോലെ ദൈവം നീതീകരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കർത്താവായ യേശു ക്രിസ്തു
2 മിനിറ്റ് കൊണ്ട് തീർക്കാം. കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോഴും പറയുന്നു, നിങ്ങളുടെ അബ്രഹാമും വിശ്വസിച്ചു. എങ്ങനെയുള്ള വിശ്വാസമായിരുന്നു അബ്രഹാമിന്? അബ്രഹാം ഒരു നിങ്ങൾ പറയുന്നത് പോലെ ഒരു ഭൗതിക വാഗ്ദത്തം കണ്ടിട്ടല്ല അബ്രഹാം വിശ്വസിച്ചു. 8:56 യോഹന്നാൻ സുവിശേഷം 8:56 കേട്ടാ മതി. നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണുമെന്നുള്ളത് ഉല്ലസിച്ചു. അവൻ അത് കണ്ട് സന്തോഷിപ്പിക്കുന്നു. എന്റെ ദിവസം, ക്രിസ്തുവിനൊരു പ്രത്യക്ഷതയുണ്ട് എന്നുള്ളൊരു ദിവസം. ഇതാ നാം നാം ദൈവത്തോടു കൂടെ അല്ലെ, ഇതാ ദൈവം നമ്മുടെ മധ്യേ ഉണ്ടെന്ന് പറയുന്ന ഒരവസ്ഥ. ഇതാ ദൈവത്തിന്റെ കൂടാരം ദൈവം മനുഷ്യരോട് കൂടെ പാർക്കുന്നു എന്നൊരു ആ ഒരു വാഗ്ദത്തമായിരുന്നു. അവരെല്ലാവരും, അവർക്ക് അത്രയൊന്നും അറിയത്തില്ലായിരുന്നെങ്കിലും, അവർക്ക് നിഴല് പോലെ ആയിരുന്നെങ്കിലും അവർ അതിനു വേണ്ടിയാ, ആ സ്വർഗീയ കനാനിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു. അവരെല്ലാവരും നോക്കിയിരുന്നേ. പിതാക്കന്മാരെല്ലാവരും അതാ പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദൂതന്മാര് പോലും അതിലേക്ക് എത്തി നോക്കിക്കൊണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. അവർക്കൊന്നും പ്രാപിപ്പാൻ കഴിയാത്തത് വിശ്വാസത്താലുള്ള രക്ഷ ദൈവം സകല ജാതികൾക്കും വിശ്വാസത്തിലൂടെ ഏൽപ്പിച്ചു തന്നു എന്നുള്ളതാണ്. ആ പൗലോസും പറയുന്നുണ്ട്, ഈ സുവിശേഷമല്ല ഞങ്ങൾക്കൊന്നും പറയുവാനായിട്ട് ഇല്ല എന്ന് പറയുന്നുണ്ട്. ഏത് സുവിശേഷമാ? വിശ്വാസത്താലുള്ള നീതീകരണം അബ്രഹാമിന് കൊടുത്തത് തന്നെ നമുക്കും അത് തന്നെ. ഒന്ന് വായിച്ചിട്ട് നമുക്ക് ഇവിടെ നിർത്താം. അപ്പോസ്തല പ്രവൃത്തികൾ 26, 22, 23. അപ്പോസ്തല പ്രവൃത്തി 26, 22, 23. പലപ്പോഴും നമ്മൾ വായിച്ചു വിടുന്ന വാക്യങ്ങളാണ്. പക്ഷെ വായിക്കാം. എന്നാൽ ദൈവത്തിന്റെ സഹായം ലഭിക്കയാൽ ഞാൻ ഇന്നുവരെ നിൽക്കുകയും ചെറിയവനോടും വലിയവരോടും സാക്ഷ്യം പറഞ്ഞു പോരുകയും ചെയ്യുന്നു. അതെന്താ സാക്ഷ്യം? ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ ആദ്യനായി ജനത്തോടും ജാതികളോടും വെളിച്ചമറിയിക്കുകയും ചെയ്യുമെന്ന് പ്രവാചകന്മാരും മോശയും ഭാവി കാലത്തെ കുറിച്ച് പ്രസ്താവിച്ചതൊഴികെ വേറെ ഒന്നും ഞാൻ പറയുന്നില്ല. അല്ല, നിങ്ങളുടെ പിതാക്കന്മാരും അത് തന്നെയാ പറയുന്നത് അല്ലേ? അത് തന്നെയാ ഞാനും പറയുന്നത്. മോശയും പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ തിരുവഴുത്ത് മുഴുവൻ പറയുന്നത് അത് തന്നെയാ. എന്തുവാ? ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ ആദ്യനായ ജനത്തോടും ജാതികളോടും വെളിച്ചം അറിയിക്കുകയും ചെയ്യും എന്ന് ഭാവി കാലത്തെ കുറിച്ച് അവര് പ്രസ്താവിച്ചൊഴികെ ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആ സുവിശേഷമാണ് അബ്രഹാമിനോടും ദൈവം കൊടുത്തത്, നമ്മൾക്കും തന്നത്. അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടു. അതുപോലെ തന്നെ ദൈവം യഹൂദന്മാരെയും ജാതികളെയും ഒരേ ലേബലിലാണ് നീതീകരിക്കപ്പെടുന്നത്. അത് വിശ്വാസത്താലുള്ള രക്ഷയാൽ മാത്രം. അതുകൊണ്ട് ഒരു വാക്യം മാത്രം ഞാൻ പറഞ്ഞ് അവസാനിക്കാം. യോഹന്നാൻ 1:12. അവനിൽ വിശ്വസിക്കുന്ന ഏവനും വിശ്വസിക്കപ്പെടില്ല, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. ആ സുവിശേഷത്തിനും ആ വാക്യത്തിനും ഒരു മാറ്റവും ഇല്ല. അത് ഭൂമി മാറിപ്പോയാലും ആകാശം മാറിപ്പോയാലും ദൈവത്തിന്റെ വചനത്തിൽ ഒരു മാറ്റമില്ല. ദൈവം ആ വചനം വിശ്വസിപ്പാൻ നമ്മുടെ തുറന്ന ദൈവത്തിന്റെ വലിയ കൃപകൾക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.